അസ്സലാമു അലൈക്കും. റമദാൻ മാസമല്ലേ, എല്ലാവരും എന്നല്ല, മുസ്ലിം സഹോദരങ്ങളൊക്കെ നോമ്പാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ എല്ലാ ദുആക്കളും സ്വീകരിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. ഇന്നലെ നൈറ്റ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അത് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റഗ്രാമിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കുട്ടി ഏകദേശം ഒരു 10 വയസ്സോടടുത്ത് കാണും. കുട്ടി ഒരു വിജനമായ സ്ഥലമാണ്. ഒരു സൈഡിൽ കുറേ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വയലാണ്, വിജനമായിട്ട് കിടക്കുന്ന ഒരു വയലാണ്. അതുവഴി നടന്നു പോകുന്നു. പോകുമ്പോൾ ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട ഒരാൾ വന്നിട്ട് ഈ കുട്ടിയെ ബലാത്കാരമായിട്ട് പിടിച്ച് ഈ കാടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ ഒരുപാട് അലമുറയിട്ട് കരയുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ലത്. ഇവനെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാം, എനിക്ക് ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാവാം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അയാൾ ഒരു വലിയൊരു സിറിഞ്ച് എടുത്തിട്ട് അതിനകത്ത് എന്തോ ഒരു സാധനം ഇഞ്ചെക്റ്റ് ചെയ്ത് അവൻ അന്നേരം ഇവൻ കാണുന്നുണ്ട്, ഈ സിറിഞ്ച് എടുക്കുന്നതല്ലേ, കുട്ടി കാണുകയാണ്. എന്നിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റി. പിന്നെ കുഞ്ഞിൻ്റെ സൗണ്ടില്ല. അപ്പം ഇതുപോലെ ആയിരിക്കും എല്ലാ സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വീഡിയോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കാത്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പൊന്നോമനകളെ നമ്മുടെ നെഞ്ചത്ത് നമ്മുടെ ചോരയായ, നമ്മുടെ ഹൃദയമായ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ സ്കൂളിലാണേലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ആ സമയത്തിനപ്പുറം കുഞ്ഞുങ്ങൾ തിരിച്ച് വരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങി നോക്കണം. കുഞ്ഞെന്താ വരാത്തതെന്ന് അന്വേഷിക്കണം. നിങ്ങൾ ജോലിക്ക് പോകുന്ന മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങൾ സേഫാണോ, സ്കൂളിൽ നിന്ന് എത്തിയോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് ഒരാളെ ഏൽപ്പിക്കണം കുഞ്ഞിനെ. എന്നിട്ടേ നിങ്ങൾ ജോലിക്ക് പോകാൻ പാടുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. അവരെ നമുക്ക് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു വെറും വീഡിയോ മാത്രമാണ്, പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാനോ പറ്റുന്നില്ല. എനിക്ക് ആ വീഡിയോ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം വല്ലാതെ വിങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിജനമായ സ്ഥലത്തൂടെ വിടരുത്, ചെറിയ ഇടവഴികളിൽ കൂടി വിടരുത്. ആണായാലും പെണ്ണായാലും നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. ചെറിയ പൊടി ഒരു 15 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നല്ലതുപോലെ സൂക്ഷിക്കണം. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ വെളിയിൽ കളിക്കാനായിട്ട് നിർത്തരുത്. പ്രത്യേകിച്ച് ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് പെൺകുഞ്ഞുങ്ങളെ ഒന്നും വെളിയിലോട്ട് ഇറക്കി നിർത്തരുത്. ഇവരുടെയൊക്കെ മനസ്ഥിതി എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവരുടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിലപ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാവാം ഈ മനുഷ്യന്മാരൊക്കെ ഇത്രയും ക്രൂരന്മാരായി പോകുന്നത് എന്ന് കരുതി നമ്മുടെ കുഞ്ഞുങ്ങളെ ബലിയാടാകാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അടുത്തുള്ളവരോടൊക്കെ നിങ്ങളെ കുഞ്ഞുങ്ങളെ കാണുന്ന മാതാപിതാക്കളും നിങ്ങൾ ഗ്രൂപ്പിലും ഒക്കെ ഇത് അറിയിക്കുക. കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഇത് അറിയിക്കുക. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുഞ്ഞിനൊന്നും വരരുത്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു.